നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് അടിവരയിട്ട 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം സമാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സഭയിലെ അവസാന പ്രസംഗത്തിൽ സർക്കാരിന്റെ വികസനങ്ങളിലൂന്നി പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇനി ജനങ്ങളിലേക്കിറങ്ങാം, അവർ തീരുമാനിക്കട്ടെ എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷത്തു നിന്ന് ഇന്ന് സഭയിൽ കേട്ടത്. ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചു. തന്ത്രിയെ പിന്തുണച്ച് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കോടതിയുടെ ഭാഷയാണെന്ന് കെ ബാബു. ഈ തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കോടതി അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടപ്പോ ആ കാര്യം കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ പരാമർശിച്ചു, അത്രയേ ഉള്ളൂ. ഹൈക്കോടതിക്ക് മുകളിലാണോ വിജിലൻസ് കോടതി എന്ന ചോദ്യമുയർത്തിയ നിയമമന്ത്രി പി രാജീവ് അവസാന സഭാ സമ്മേളന ദിവസം പ്രതിപക്ഷത്തെ വിടാൻ തയ്യാറായില്ല. അങ്ങയുടെ അഭിപ്രായത്തിൽ ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വിരുദ്ധവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. പി രാജീവിനൊപ്പം പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പാർലമെന്ററി കാര്യമന്ത്രി എം ബി രാജേഷും എത്തി. ബഹുമാന്യനായ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സർ. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. പ്രതിഷേധത്തിന് അയവില്ലെന്ന് മനസ്സിലാക്കിയതോടെ സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കി. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പതിവ് പോലെ പുറത്തിറങ്ങി. ഈ ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ ഞങ്ങൾ കണ്ടത്. ഈ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സർക്കാർ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഫിനാൻസ് ബില്ലും നേറ്റിവിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള 9 ബില്ലുകളും സഭ പാസാക്കി. സഭ അവസാനിക്കും മുമ്പ് മുഖ്യമന്ത്രിയുടെ വിടവാങ്ങൽ പ്രസംഗം. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി LDF വന്നില്ലായിരുന്നെങ്കിൽ കേരളം ഈ ഉയർച്ച കൈവരിക്കുമോ എന്ന് പ്രതിപക്ഷത്തോട് ചോദിച്ചു. നാടിനെ ഏതെല്ലാം രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. തികഞ്ഞ സംതൃപ്തി ഈ 15ാം കേരള നിയമസഭയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാൽ ആകാവുന്ന വിധം നാടിനെ നല്ല രീതിയിൽ ഉയർത്താനും വളർത്താനും സാധിച്ചിട്ടുണ്ട് എന്ന സംതൃപ്തി തന്നെയാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണായുധങ്ങൾ എന്തെന്ന കൃത്യമായ സൂചന നൽകിയാണ് 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം സമാപിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.